നമ്മൾ തേടിപ്പോകുന്ന കാര്യങ്ങളെക്കാൾ നമ്മളെ തേടിവരുന്ന കാര്യങ്ങൾക്ക് ശക്തി കൂടുതലാണ്. ഈ നിമിഷം നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ഈ വീഡിയോ യാദൃച്ഛികമായി വന്നതല്ല. കോടിക്കണക്കിന് വീഡിയോകളുള്ള ഈ ഇന്റർനെറ്റ് ലോകത്ത് പ്രത്യേകം നിങ്ങളുടെ കണ്ണിൽ ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചമെന്തോ വലിയൊരു രഹസ്യം നിങ്ങളോട് വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. ഇതൊരു സാധാരണ വീഡിയോ അല്ല. പ്രപഞ്ചം നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് ഒരു പ്രധാന സന്ദേശം നൽകാൻ ഈ വഴി ഉപയോഗിച്ചതാണ്. ഈ വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെക്കാലമായി കാത്തിരുന്ന ഒരു കാര്യത്തിനുള്ള താക്കോൽ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളിത് മുഴുവനായി കേൾക്കാതെ പോയാൽ പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കിവെച്ച വലിയൊരു അവസരം നഷ്ടപ്പെടുത്തലാകും. നിങ്ങളെ ചുറ്റി ഇപ്പോൾ പുതിയൊരു ഊർജ്ജം രൂപപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇവിടെ മാത്രമായിരിക്കണം. കഴിഞ്ഞ കുറച്ചുകാലമായി നിങ്ങൾ മനസ്സിലാകാത്ത ഒരു ആശയക്കുഴപ്പത്തിലാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ വളരെ സാധാരണക്കാരനും ധൈര്യശാലിയുമായി തോന്നാം. എന്നാൽ ഉള്ളിൽ വലിയൊരു ശൂന്യതയുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. എന്തോ ഒന്ന് കുറയുന്നതായും എന്തിനെയോ ലക്ഷ്യമാക്കി ഓടുന്നതായും എന്നാൽ പോകുന്ന വഴി ശരിയോ തെറ്റോ എന്നുപോലും മനസ്സിലാകാത്ത ഒരു വിചിത്രമായ അവസ്ഥയിലാണ് നിങ്ങൾ. ഇത് നിങ്ങളെ വളരെ തളർത്തിയിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ഓരോ ശ്രമവും കണ്ണിൽ കാണാത്ത ഏതോ തടസ്സങ്ങളാൽ നിന്ന് പോകുന്നു. തൊട്ടടുത്തെത്തി കൈവിട്ടുപോകുന്ന വിജയങ്ങൾ, എത്ര അധ്വാനിച്ചിട്ടും ലഭിക്കാത്ത അംഗീകാരം, ഇതെല്ലാം ചേർന്ന് എനിക്കു മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നുവെന്ന് ആകാശത്തേക്ക് നോക്കി ചോദിക്കാൻ നിങ്ങളെ നിർബന്ധിതനാക്കി. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാത്തപ്പോൾ നമ്മുടെ തലവര ഇത്രയേ ഉള്ളൂ എന്ന് സ്വയം ചുരുങ്ങിപ്പോയ നിമിഷങ്ങൾ നിരവധിയാണ്. എന്നാൽ ആ നിശബ്ദ നിമിഷങ്ങളിൽ പോലും പ്രപഞ്ചം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചില വിചിത്രമായ ഉൾവിളികൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ആരോ നിങ്ങളെ വഴിനടത്തുന്നതുപോലെ, അല്ലെങ്കിൽ ചില പ്രത്യേക അക്കങ്ങൾ, ചില സംഭവങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു. ഇതെല്ലാം യാദൃശ്ചികം എന്ന് കരുതി നിങ്ങൾ കടന്നുപോയിരിക്കാം. എന്നാൽ സത്യമെന്തെന്നാൽ നിങ്ങൾക്കായി വലിയൊരു വഴി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കൊട്ടാരം പണിയുമ്പോൾ ചുറ്റും പൊടിയും ശബ്ദവും ഉണ്ടാകുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിനായി പഴയ കാര്യങ്ങളെല്ലാം തകർക്കപ്പെടുകയാണ്. ഞാൻ ആർക്കും ഒരു ദോഷവും വിചാരിച്ചിട്ടില്ലല്ലോ, പിന്നെന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത്രയും പോരാട്ടങ്ങളെന്ന് പല രാവുകളിൽ നിങ്ങൾ ഉറങ്ങാതെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ പ്രപഞ്ചം ഒന്നിനെയും പാഴാക്കില്ല. നിങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് കരുതിയ ഓരോ നിമിഷവും, സഹിച്ച ഓരോ അവമാനവും ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു കവചമായി മാറുകയാണ്. ഇത്രയും വർഷമായി നിങ്ങൾ കാത്തുവെച്ച ക്ഷമയ്ക്കുള്ള ഫലം ഇപ്പോൾ ഒരു വലിയ തിരമാലയായി നിങ്ങളെ തേടി വരാൻ തുടങ്ങി. ഇതുവരെ കണ്ടതെല്ലാം ഒരു പരിശീലനം മാത്രമായിരുന്നു. നിങ്ങളെ മാനസികമായി ശക്തനാക്കാൻ പ്രപഞ്ചം നൽകിയ ട്രെയിനിംഗ്. ചില ബന്ധങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കാം, ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന മാറ്റം കാണുമ്പോൾ അത് നടക്കാതിരുന്നത് നന്നായി എന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. പ്രപഞ്ചത്തിന്റെ പദ്ധതി അത്രമേൽ സൂക്ഷ്മമാണ്. നിങ്ങളെ ചുറ്റുമുള്ള വ്യാജ മനുഷ്യരെയും അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളെയും പ്രപഞ്ചം തന്നെ ഒന്നൊന്നായി നീക്കം ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പോൾ വലിയൊരു ഊർജ്ജകേന്ദ്രത്തിലേക്ക് ചുവടുവയ്ക്കാം. ഇതുവരെ നിങ്ങൾ എന്തിനായി കാത്തിരുന്നോ അത് നിങ്ങളെ തേടിവരാൻ തുടങ്ങി. ഇതാരു വെറുതെ പറയുന്ന വാക്കുകളല്ല, ഉറപ്പുള്ള പ്രപഞ്ചവാക്കാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള വൈബ്രേഷൻസ് പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാതെ തന്നെ മുഖത്തൊരു ചെറിയ സമാധാനം വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാം. ആ ചെറിയ പുഞ്ചിരിയാണ് പ്രപഞ്ചത്തിനുള്ള നിങ്ങളുടെ ആദ്യ സമ്മതം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന മാറ്റം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിശയിൽ നിന്നായിരിക്കും വരുന്നത്. പ്രപഞ്ചം നിങ്ങൾക്കായി വളരെ മനോഹരമായ മറ്റൊരു വഴി വെട്ടിത്തെളിച്ചിട്ടുണ്ട്. ആ വഴി നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ പ്രൗഢിയുള്ളതായിരിക്കും. നിലവിലെ സാഹചര്യങ്ങളെ ഓർത്ത് ഇനി ഭയപ്പെടേണ്ടതില്ല. ഇരുട്ട് എത്രത്തോളം കട്ടികൂടിയതാണോ അത്രയും വേഗത്തിൽ പുലരിവരും. നിങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപാരമായ ശക്തിയെ നിങ്ങൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വയം ഒരു സാധാരണ മനുഷ്യനായി കരുതുന്നു, എന്നാൽ നിങ്ങൾക്കുള്ളിൽ പ്രപഞ്ചത്തിന്റെ വലിയൊരു അംശം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് സാധിച്ചെടുക്കാനും സാഹചര്യങ്ങളെ അനുകൂലമാക്കാനുമുള്ള ഉൾവിളി ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞു. ഇനി നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വളരെ വ്യക്തവും ദൃഢവുമായിരിക്കും. സമീപകാലത്ത് നിങ്ങൾക്ക് ചില വ്യത്യസ്തമായ സ്വപ്നങ്ങൾ വന്നിട്ടുണ്ടാകാം. അതൊന്നും വെറും മാനസിക ഭ്രമമല്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ആഴമനസ്സ് പ്രപഞ്ചത്തോട് സംസാരിക്കുകയായിരുന്നു. ആ സ്വപ്നങ്ങളിലൂടെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ സൂചനകൾ കൂട്ടിവെച്ചു നോക്കിയാൽ ഉത്തരം വ്യക്തമാകും. ആ ഉത്തരമാണ് നിങ്ങളെ ഈ വീഡിയോ വരെ എത്തിച്ചത്. നിങ്ങളുടെ ചിന്തകൾക്ക് ഇപ്പോൾ മുൻപത്തേക്കാൾ ശക്തി കൂടുതലാണ്. നിങ്ങൾ എന്താഴത്തിൽ ചിന്തിക്കുന്നുവോ അത് കണ്ണുമുന്നിൽ നടക്കുന്നത് ഇനി കാണാം. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും,
അടുത്ത ചില മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ അതൊരു വാർത്തയായോ അവസരമായോ നിങ്ങളെ തേടിയെത്തും. ഈ കാന്തശക്തി ഇപ്പോൾ നിങ്ങളിൽ പൂർണ്ണമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ചിന്തകളെ പോസിറ്റീവായി നിലനിർത്തേണ്ടത് പ്രധാനമാണ്. വളരെ നാളായി പൂട്ടിയിട്ടിരുന്ന വലിയൊരു ഇരുമ്പ് കതക് യാതൊരു ശബ്ദവുമില്ലാതെ താനേ തുറക്കുന്നതുപോലെ ഒരനുഭവമുണ്ടാകും. ആ കതകിനു പിന്നിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ സന്തോഷം, നിങ്ങൾക്ക് ലഭിക്കേണ്ട ബഹുമാനം, നിങ്ങൾക്കുള്ള ശരിയായ സ്ഥാനം എന്നിവ ഭദ്രമായി കാത്തിരിക്കുന്നുണ്ട്. പ്രപഞ്ചം ഒരാൾക്ക് ഒരു കാര്യം നൽകാൻ തീരുമാനിച്ചാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അത് തടയാനാവില്ല. ആ മാറ്റം ഉള്ളിലേക്ക് വരുന്നതിനു മുൻപ് നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യേണ്ടതുണ്ട്. മനസ്സിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ചില കൈപേറിയ ഓർമ്മകളെയും ഏമാറ്റങ്ങളെയും ഒഴിവാക്കണം. ഒരു കൈയിൽ ചപ്പുചവറുകൾ വെച്ചുകൊണ്ട് മറുകൈകൊണ്ട് വൈരം വാങ്ങാനാകില്ല. പഴയ കുപ്പകളെ താഴെയിട്ടാലേ പ്രപഞ്ചം നൽകുന്ന സമ്മാനം രണ്ട് കൈകൊണ്ടും സ്വീകരിക്കാനാകൂ. നിങ്ങളെ മുറിവേൽപ്പിച്ചവരെ മനസ്സറിഞ്ഞ് മാപ്പ് നൽകി വിടുക. അവർക്കുള്ള മറുപടി പ്രപഞ്ചം നോക്കിക്കൊള്ളും. രാവിലെ ഉണരുമ്പോൾ തന്നെ വേറൊരു തരം വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇന്നെന്തോ പുതിയത് നടക്കാൻ പോകുന്നു എന്ന് മനസ്സിൽ ഒരു മണി അടിച്ചുകൊണ്ടിരിക്കും. പ്രപഞ്ചം നിങ്ങളെ തട്ടിയുണർത്തിയതാണ്. ഇരുണ്ട ഗുഹയിൽ നിന്ന് പുറത്തുകടക്കാൻ വഴിയില്ലാതെ തവിച്ച നിങ്ങളുടെ കൈകളിൽ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നതിന്റെ സൂചനയാണിത്. അടുത്തിടെ ചില പ്രത്യേക അക്കങ്ങൾ വീണ്ടും വീണ്ടും കണ്ണിൽ പെട്ടിട്ടുണ്ടാകാം. അത് വെറും അക്കങ്ങളല്ല, പ്രപഞ്ചത്തിന്റെ രഹസ്യഭാഷയാണ്. ഞങ്ങൾ നിന്റെ അടുത്തുണ്ട്, നിനക്കുള്ള ജോലികൾ വേഗത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള സൂചനയാണത്. നിങ്ങൾ തനിയല്ല, ചുറ്റുമൊരു മാപെരും ശക്തി കാവലുണ്ട്. ഇനി നിങ്ങളുടെ ഓരോ ചലനവും പ്രപഞ്ചത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കും, എന്നാൽ പെട്ടെന്ന് കാരണം വന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും. അവിടെയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെയോ സംഭവത്തിലൂടെയോ തിരിവുണ്ടാകുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്ത വഴിയേക്കാൾ പ്രപഞ്ചം രൂപകൽപ്പന ചെയ്ത വഴി വളരെ കൃത്യവും സുരക്ഷിതവുമാണ്. ചിലപ്പോൾ തനിയെയിരിക്കുമ്പോൾ ഒരു നേർത്ത കാറ്റ് വീശുന്നതായോ ആരോ തോളിൽ ആശ്വാസമായി കൈവയ്ക്കുന്നതായോ തോന്നും. അത് നിങ്ങളെ സംരക്ഷിക്കുന്ന ശക്തി സ്നേഹത്തോടെ തഴുകുന്നതാണ്. വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് ആ കാറ്റ് കാതിൽ രഹസ്യമായി പറഞ്ഞുപോകുന്നു. നിങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകൾക്കും ആരുമറിയാതെ കണ്ണീരൊഴുക്കിയ വേദനകൾക്കും ഇനി സ്ഥിരമായൊരു വിരാമമിടാൻ സമയമായി. നിങ്ങളുടെ കറുത്ത അധ്യായം പൂർണ്ണമായും തുടച്ചുനീക്കപ്പെടുകയാണ്. എത്രത്തോളം താഴെ വീണോ അതിനേക്കാൾ പല മടങ്ങ് വേഗത്തിൽ നിങ്ങളിനി ഉയരങ്ങളിലേക്ക് പറക്കും. സാധാരണ വേഗത്തിൽ കോപം വരുന്ന കാര്യങ്ങളിൽ പോലും ഇനി നിങ്ങളൊരു പുഞ്ചിരിയോടെ കടന്നുപോകും. നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. നിങ്ങളെ ഉദാസീനമാക്കിയവരും ഏളനമായി നോക്കിയവരും ഇനി ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കാണാം. നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ആ പ്രപഞ്ച ഊർജ്ജമാണ് ഇതിന് കാരണം. മനസ്സ് ഒരു പുതിയ മനുഷ്യനായി മാറിപ്പരയ്ക്കുകയാണ്. പഴയ പേടിയും ഭാവിയെക്കുറിച്ചുള്ള വെറുതെ ആധിയും താനേ കൊഴിഞ്ഞുപോയി. ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ വീഴുന്നതുപോലെ പഴയ മുറിവുകൾ കളയുകയാണ്. ഉള്ളിൽ പുതിയൊരാവേശവും വിശ്വാസവും തളിരിടുന്നു. ഉൾവിളി കൂർമ്മതയോടെ പ്രവർത്തിക്കും. ആര് സത്യമായ സ്നേഹത്തോടെ ഇടപെടുന്നു, ആര് അഭിനയിക്കുന്നു എന്നത് സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമാകും. ഇതുവരെ എന്തോ ഒരു മായാവലയം നിങ്ങളെ കെട്ടിയിട്ടതുപോലെ തോന്നിയിരിക്കാം. എത്ര കഴിവുണ്ടായിട്ടും മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കാം. ആ തടസ്സങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞു. നിങ്ങളെ തടയാൻ ഇനി ആർക്കും അനുവാദമില്ല. നിങ്ങളിനി അവസരങ്ങൾ തേടി ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടതില്ല. അവസരങ്ങൾ നിങ്ങളെ തേടി വാതിൽക്കൽ വരും. നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിനേക്കാൾ 100 മടങ്ങ് മികച്ചത് പ്രപഞ്ചം തിരികെ നൽകാൻ കാത്തിരിക്കുന്നു. നിങ്ങളുടെ കണ്ണീർത്തുള്ളികൾക്കിപ്പോൾ വലിയൊരു വില ലഭിക്കാൻ പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസം പ്രതീക്ഷിക്കാത്ത ദിശയിൽ നിന്ന് ഒരു നല്ല വാർത്ത വരും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റും. അത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒരു സ്വപ്നം പോലെ മറഞ്ഞുപോകും. ഇത് കൺമുന്നിൽ നടക്കുന്നത് സത്യമാണോ എന്ന് സ്വയം ചോദിക്കുന്ന രീതിയിൽ ആ സംഭവം അത്ഭുതപ്പെടുത്തും. ആ നിമിഷത്തിനായിട്ടാണ് ഇത്രയും കാലം തപസ് ചെയ്തത്. അത് നടക്കുമ്പോൾ ശരീരത്തിലെ ഓരോ കോശവും സന്തോഷത്താൽ തുള്ളിച്ചാടും. കണ്ണുകളിൽ നിന്നറിയാതെ ഒരു തുള്ളി കണ്ണീർ വരും. എന്നാൽ അത് വേദനയുടേതല്ല, വർഷങ്ങളായി നെഞ്ചിൽ ചുമന്ന ഭാരം ഇറക്കിവെച്ചതിന്റെ അടയാളമാണ്. അടഞ്ഞുപോയ അവസരങ്ങൾ യാതൊരു ശ്രമവുമില്ലാതെ താനേ തുറക്കും. ഇത്രയും കാലം സഹിച്ച അവമാനങ്ങളും പരാജയങ്ങളും കഴുകിക്കളഞ്ഞ് പുതിയൊരു പുലരി ജനിക്കും. ശ്വാസത്തിൽ പോലും സമാധാനം അനുഭവപ്പെടും. മനസ്സ് കലങ്ങിയ വെള്ളം പോലെയായിരുന്നു, എന്നാൽ ഇപ്പോൾ അടിത്തട്ട് വരെ വ്യക്തമായി കാണുന്ന തെളിഞ്ഞ നീരൊഴുക്കുപോലെയായി. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ മൃദുവായ സമാധാനം പടരുന്നു. ഇനിയൊരു ചെറിയ തീരുമാനമെടുക്കാൻ 1000 പേരോട് ചോദിക്കേണ്ടതില്ല.
ചിന്തയിൽ അത്രയും കൂർമ്മത വന്നിട്ടുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. നിങ്ങളെ ഇനി ആർക്കും വഞ്ചിക്കാനാകില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം കാണാം. അത് അചഞ്ചലമായ വിശ്വാസത്തിന്റെ വെളിച്ചമാണ്. എന്നാൽ കഴിയും, ഇനി എന്റെ ജീവിതം ഞാൻ തന്നെ തീരുമാനിക്കുമെന്ന ധൈര്യം നിങ്ങളെ പുതിയ തലത്തിലേക്കുയർത്തും. ഓഹോ, ഇതിനായിരുന്നോ എനിക്കാ കഷ്ടപ്പാടുകൾ തന്നത് എന്ന് ആ നിമിഷം മനസ്സിലാകും. അപ്പോൾ കഴിഞ്ഞ കാലത്തോട് നന്ദി പറയും. കാരണം ആ വേദനകളാണ് നിങ്ങളെ വൈരക്കല്ലുപോലെ പടർത്തിയെടുത്തത്. ഈ അത്ഭുതകരമായ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. രൂപപ്പെട്ടിരിക്കുന്ന പുതിയ സമാധാനത്തെയും ഊർജ്ജത്തെയും ഭദ്രമായി സംരക്ഷിക്കണം. എല്ലാവരോടും പോയി നിങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചോ പദ്ധതികളെക്കുറിച്ചോ സംസാരിക്കരുത്. ചിലരുടെ വാക്കുകൾക്കും നോട്ടത്തിനും ഈ ഊർജ്ജത്തെ കുറയ്ക്കാൻ കഴിയും. അതിനാൽ സന്തോഷം ഉള്ളിൽ തന്നെ രഹസ്യമായി വെച്ച് ആഘോഷിക്കുക. അവസരപ്പെടരുത്. ചെറിയൊരു വെളിച്ചം കണ്ട ഉടൻ വേഗത്തിൽ ഓടിച്ചെന്ന് എന്തെങ്കിലും ചെയ്യരുത്. പ്രകൃതി കാര്യങ്ങൾ ശരിയായ സമയത്തെത്തിക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ ഉൾവിളി പറയുന്നത് മാത്രം വിശ്വസിക്കുക. പഴയ കൈപ്പേറിയ ഓർമ്മകൾ വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കരുത്. മുറിവുണങ്ങുമ്പോൾ വീണ്ടും തോണ്ടി നോക്കിയാൽ ചോര വരുന്നത് പോലെയാണത്. നിങ്ങളെ നോക്കിവരുന്ന ഈ പുതിയ ഊർജ്ജം ശരീരത്തിലും അനുഭവപ്പെടാം. പെട്ടെന്നൊരു രോമാഞ്ചം വരാം, അല്ലെങ്കിൽ കാരണമില്ലാതെ മുഖത്ത് ചിരി വരാം. ഇതൊക്കെ ആ മാബെരും ശക്തി നിങ്ങളിലേക്ക് പടരുന്നതിന്റെ ലക്ഷണങ്ങളാണ്. നിങ്ങൾ ഈ ലോകത്ത് അനാഥനല്ല. ഒട്ടാകെ പ്രപഞ്ചവും നിങ്ങൾക്കായി പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ അതിവിശിഷ്ടനായ ഒരു കുട്ടിയാണ്. ഈ വേദനകളെല്ലാം താങ്ങാനുള്ള പക്വത ഈ ലോകത്ത് മറ്റാർക്കുമില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു മാറ്റം നിങ്ങളെ ഏൽപ്പിക്കാൻ പ്രകൃതി തീരുമാനിച്ചത്. നിങ്ങളെത്തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളോട് തന്നെ ആഴത്തിലുള്ള ബഹുമാനം വേണം. ഇനിമേൽ നിങ്ങളെ യാതൊരു കാര്യത്തിനും എളുപ്പത്തിൽ തളർത്താൻ കഴിയില്ല. ഒരു വ്യക്തിക്കും നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ചുറ്റും ഒരു ഇരുമ്പുകോട്ട പണിതു കഴിഞ്ഞു. അതിനുള്ളിൽ സ്നേഹവും സമാധാനവും വ്യക്തതയും മാത്രമേ ഉണ്ടാകൂ. നിങ്ങൾക്കായി ശരിയായ സ്ഥാനം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. നിങ്ങളെ കുറ്റം പറഞ്ഞവരെല്ലാം അത്ഭുതപ്പെടുന്ന രീതിയിൽ വളർച്ച വളരെ വലുതായിരിക്കും. ഇതെല്ലാം നിങ്ങൾ ഒഴുക്കിയ കണ്ണീരിനും കാണിച്ച ക്ഷമയ്ക്കും ലഭിച്ച ഉത്തമമായ പ്രതിഫലമാണ്. ഇത് നിങ്ങളുടെ സമയമാണ്. വസന്തകാലം ആരംഭിച്ചു കഴിഞ്ഞു. ധൈര്യമായി മുന്നോട്ട് ചുവടുവയ്ക്കുക. എല്ലാം ശുഭമായി നടക്കും.